പുസ്തകം ഏകദേശം BC 1500 എഴുതി തുടങ്ങി. AD 90 എഴുതി അവസാനിപ്പിച്ചൊരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. അപ്പോൾ ഏകദേശം 1500-1600 വർഷത്തെ കാലഘട്ടത്തിലാണ് ഈ പുസ്തകം എഴുതപ്പെട്ടത്. പക്ഷെ ഈ പുസ്തകത്തിന്റെ പ്രത്യേകത ഓരോ നൂറ്റാണ്ടിലും എഴുതപ്പെട്ടതാണെങ്കിലും പലരാൽ ഇത് എഴുതിയപ്പെട്ട പലരുമുണ്ട്. രാജാക്കന്മാർ എഴുതിയിട്ടുണ്ട്, അതേപോലെ തന്നെ പ്രവാചകന്മാർ എഴുതിയിട്ടുണ്ട്, ശാസ്ത്രിമാർ എഴുതിയിട്ടുണ്ട്. നിരവധി തുറകളിൽ ജോലി ചെയ്ത ആൾക്കാർ എഴുതിയ, വിവിധ കാലഘട്ടത്തിൽ എഴുതിയ ഈ പുസ്തകം വായിച്ചാൽ ഒരാൾ എഴുതിയെന്നേ തോന്നും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നോക്കിയേ, പല കാലഘട്ടത്തിൽ എഴുതുന്ന പല പുസ്തകങ്ങളും ഒന്നിച്ചു ക്രോഡീകരിച്ചാൽ പല ഭാഷയാകാം, പല പ്രമേയങ്ങളാകാം, പല ആശയങ്ങളാകാം. പക്ഷെ 1600 വർഷങ്ങൾ കൊണ്ട് മനുഷ്യർക്ക് ദൈവ നിയോഗം പ്രാപിച്ചിട്ട് ഈ എഴുതിയ പുസ്തകത്തിന് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഈ വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രമേയത്തിന് തെറ്റുപറ്റിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആദ്യത്തെ 39 പുസ്തകങ്ങളും പറയുന്നത് മാനവരാശിക്ക് രക്ഷ നൽകുന്ന ഒരുവൻ വരുന്നു. ആ മാനവരാശിയുടെ രക്ഷകനായി അവതരിച്ച യേശുക്രിസ്തുവിനെ കുറിച്ചാണ് വേദപുസ്തകത്തിന്റെ ആദ്യത്തെ 39 പുസ്തകങ്ങളും എഴുതുന്നത്. തുടർന്ന് 4 പുസ്തകങ്ങൾ പറയുന്നു ആ യേശുക്രിസ്തു ഈ ഭൂമിയിൽ എന്താണ് ചെയ്തിരിക്കുന്നത്. അടുത്ത പുസ്തകമായ ഞാൻ വായിച്ച ചരിത്ര പുസ്തകം സഭയുടെ ആരംഭത്തെ കുറിച്ച് പറയും. അടുത്ത എഴുത്തുകൾ സഭയ്ക്കു വേണ്ട ഉപദേശങ്ങൾ നൽകുന്നു. ഏറ്റവും ഒടുവിൽ എഴുതിയിരിക്കുന്ന പുസ്തകം വെളിപ്പാട് പുസ്തകം. അത് ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. അപ്പോൾ ഈ വേദപുസ്തകത്തെ ചരിത്ര പുസ്തകമായി പറയുമ്പോൾ തന്നെ ഈ വേദപുസ്തകം പ്രവചനങ്ങളുടെ നിവർത്തിയുടെ പുസ്തകം കൂടിയാണ്. പ്രവചനങ്ങൾ എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം. നോക്കൂ സഹോദരങ്ങളെ, അതുകൊണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇതിന് പ്രസക്തി ഉണ്ടോ എന്ന് ചിലരൊക്കെ ചോദിക്കുമ്പോൾ എല്ലാ ദിവസത്തെയും വർത്തമാന പത്രങ്ങൾ എടുത്ത് കരത്തിൽ വെച്ചിട്ട് വിശുദ്ധ വേദപുസ്തകം പരിശോധന നടത്തുന്ന ഒരാൾക്ക് പറയാൻ കഴിയും, വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഈ വേദപുസ്തകത്തിൽ എഴുതിയ പ്രവചനങ്ങളൊക്കെ നിവർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് മധ്യപൂർവ്വ ഏഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ പോലും ഈ പുസ്തകം പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കല്ല ഇന്ന് രാത്രി കടന്നു പോകുന്നത്. എനിക്ക് പിന്നാലെ ശക്തന്മാരായ ദൈവദാസന്മാർ പ്രസംഗിക്കാൻ വരുന്നുണ്ട്. എങ്കിലും ഞാൻ ഈ വേദപുസ്തകത്തെ കുറിച്ച് ഒരു മുഖവര എന്ന നിലയിൽ പറഞ്ഞതാണ്. ഈ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട പ്രമേയമെന്ന് പറയുന്നത് മാനവരാശിക്ക് മുഴുവൻ നൽകുന്ന രക്ഷയെക്കുറിച്ചാണ്. അപ്പോ വേദപുസ്തകത്തിൽ പല വാക്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഇവിടെ ഞാൻ വായിച്ചു, ഒരു മനുഷ്യൻ യേശുവിന്റെ ശിഷ്യന്മാരായ
യേശുവിന്റെ അപ്പോസ്തലന്മാരായ പൗലോസിന്റെയും ശീലാസിന്റെയും മുമ്പിൽ വീണിട്ടൊരു ചോദ്യം, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഉടനെ മറുപടി കൊടുക്കുകയാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കാൻ. നീ മാത്രമല്ല, നിന്റെ കുടുംബം കൂടെ രക്ഷ പ്രാപിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു സാധാരണ അർത്ഥത്തിൽ ഇന്ന് രാത്രി നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ, പല കുടുംബങ്ങൾക്കകത്തും സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, ജീവിത ലക്ഷ്യമില്ലാതെ, എന്തെല്ലാം നേടിയിട്ടും അധ്വാനിച്ചിട്ടും ഇപ്പോഴും ശരിയായ പ്രത്യാശയിലേക്കോ ശരിയായ വഴിയിലേക്കോ ശരിയായ വിടുതലുകളിലേക്കോ വരാൻ കഴിയാതിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ എനിക്ക് അവരോട് താഴ്മയോട് പറയാനുള്ളത്, നിനക്ക് രക്ഷ പ്രാപിക്കാൻ ഒരു നല്ല മാർഗം, ഏകമാർഗം, ഒരു മാർഗമല്ല, ഏകമാർഗം കർത്താവായ യേശു ക്രിസ്തുവിൽ ഇന്ന് രാത്രി വിശ്വസിക്കാൻ ഏത് വ്യക്തി തയ്യാറായാലും ആ വ്യക്തിയുടെ ഭവനത്തിന്റെ ഉള്ളറയിലേക്ക് ഇറങ്ങിച്ചെന്ന്, ആ വ്യക്തിയുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവനെ വിടുവിക്കുന്ന സത്യമാർഗമാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ പ്രഘോഷിക്കുന്നത്. വിശ്വസിക്കുന്നവർ എന്നോടൊപ്പം കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നമ്മൾ കുറച്ചു പേരെ ഒന്നൊന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കരുത് കേട്ടോ. എന്റെ സ്നേഹിതൻ ചോദിച്ചു, അയ്യോ ആരും വന്നില്ലല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചുറ്റുപാട് ഇഷ്ടം പോലെ ആളുകളുണ്ടെന്ന്. എനിക്ക് ഇങ്ങനത്തെ സ്ഥലത്തായി ഭയങ്കര ഇഷ്ടം. കാരണം അറിയോ, മുമ്പിലിരിക്കുന്ന വിശ്വാസികളെ എനിക്ക് അവരെ തൃപ്തിപ്പെടുത്തണ്ട. നമുക്ക് രണ്ട് അന്യഭാഷയൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടുന്നതൊക്കെയാണ് നമുക്ക് തൃപ്തി. പക്ഷെ എനിക്കിത് ഇങ്ങനെയുള്ള സ്റ്റേജ് കിട്ടുമ്പോൾ പച്ചയ്ക്ക് സുവിശേഷം പറയണം. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഈ രാത്രി ഈ മനുഷ്യൻ ചോദിച്ചു, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇവിടുത്തെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, പൗലോസും ശീലാസും കൂടി ഒരു മിഷനറി യാത്ര നടത്തുകയാണ്. അങ്ങനെ ഫിലിപ്പി എന്ന് പറയുന്ന അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ ജന്മനാടായ ഫിലിപ്പിൽ യേശുവിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ ചെന്നു. പോസ്റ്റർ ഇല്ല, നോട്ടീസ് ഇല്ല, നേരത്തെയുള്ള അനൗൺസ്മെന്റ് ഇല്ല, ഇതൊന്നുമില്ല. ഇന്നത്തെ ആളുകൾക്കാണെങ്കിൽ പോസ്റ്റർ വേണം, അനൗൺസ്മെന്റ് വേണം, എന്തൊക്കെ കൊടുത്തെങ്കിലേ അവർ വരുത്തുള്ളൂ. ഇപ്പോൾ ഒന്നുമില്ലാതെ, ആരുടെയും അധികാരപത്രവും ഇല്ലാതെ അന്ത്യോക്യയിലുള്ള കുറെ ദൈവദാസന്മാർ കരം വെച്ച് ഇവരെ പ്രാർത്ഥിച്ചങ്ങയച്ചു. അവരിങ്ങനെ സഞ്ചരിച്ച് മാസിഡോണിയയിലെ ഫിലിപ്പിയിലേക്ക് വന്നു. ആ ഫിലിപ്പിയിൽ അവിടെ വന്ന് അവരെ രക്ഷിച്ച യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. അവിടെ വന്ന് പ്രസംഗിച്ചപ്പോ പുഴവക്കൽ കുറെ സ്ത്രീകൾ ഇരുന്നിരുന്നു. അങ്ങനെ അതിലൊരു സ്ത്രീയുടെ ഹൃദയം തുറന്നു. അവിടെ പേര് ലുദിയ എന്നാണ്. വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാ പറയുന്നത്, തുയത്തൈര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളുമായ ലുദിയ എന്നു പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോ സംസാരിച്ചത് കേൾക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ഇന്ന് രാത്രി എനിക്ക് പ്രതീക്ഷയുള്ളത്, ഈ രാത്രിയിൽ സംസാരിക്കുന്ന ദൈവവചനം ചില ഹൃദയങ്ങൾ തുറന്ന്
അവിടെ ഹൃദയം തുറന്നത് കേൾക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? നഗരം തുറന്നു ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചാട്ടെ. നമ്മൾ കുറച്ചു പേരെ ഉള്ളെങ്കിൽ ഒന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണേ. രക്ഷിക്കപ്പെട്ടവരൊക്കെ എത്ര പേരുണ്ട്? അതാ കരമൊന്ന് കാണട്ടെ. സ്നാനപ്പെട്ടവരുടെ കരമൊന്ന് കാണട്ടെ. നിങ്ങൾ ഇത്രയും പേര് വലിയ യോഗം കേട്ടോ. ഇത് വലിയ യോഗം. ദൈവത്തിന് സ്തോത്രം ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ലുദിയായുടെ ഹൃദയം തുറന്നതുപോലെ ചിലരുടെ ഹൃദയം ഇന്ന് രാത്രി തുറന്നു വരും. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് അവരെ പ്രാർത്ഥനാ സ്ഥലത്ത് ചെല്ലുമ്പോ ഒരു വെളിച്ചപ്പാടെത്തി എന്ന് പറഞ്ഞ ഭാവിയെ കുറിച്ച് പറയുന്ന ഒരു സഹോദരി. അവളൊരു അടിമ പെൺകുട്ടിയാണ്. അവളുടെ യജമാനന്മാർക്ക് ലക്ഷണം പറയുകയെന്ന് പറഞ്ഞാൽ ഭാവി പറഞ്ഞ്, ഭാവിയിൽ എന്ത് നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ്, അങ്ങനെ അവർക്ക് ഭയങ്കര ലാഭം വരുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് പൗലോസും ശീലാസും പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഈ പെൺകുട്ടി അവരെ എതിരേറ്റു. അവൾ പൗലോസിനെയും ശീലാസിനെയും മുൻ പരിചയമില്ല, നേരത്തെ അറിയത്തില്ല. അവൾ ആദ്യമായി കാണുകയാണ്. അവരെ കണ്ട ഉടനെ ഇവളെ വിളിച്ചു പറയുക, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വെളിച്ചപ്പാടത്തിയായ ലക്ഷണം പറയുന്ന, ഭാവി പറയുന്ന ഈ സ്ത്രീ വിളിച്ചു പറയുകയാണ്. എന്താ പറയുന്നത്? ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവരെന്ന് വിളിച്ചു പറഞ്ഞു. ഇത് ഒരു ദിവസമല്ല ചെയ്തത്, ഇങ്ങനെ പല നാൾ ചെയ്തു വന്നു. ഉടനെ പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട് ഒരു കൽപ്പന. അപ്പോൾ ഇത് വിളിച്ചു പറഞ്ഞത് ഈ അടിമ പെൺകുട്ടിയല്ല, ഈ അടിമ പെൺകുട്ടിയുടെ ഉള്ളിലിരുന്ന ഭൂതമാണ് ഇത് വിളിച്ചു പറഞ്ഞിരുന്നത്. ഇവിടെങ്ങാണ് അങ്ങനെ പറയാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്റെ തലയൊക്കെ എങ്ങനെ ഉയർന്നേനെ. ഈ റോഡിലൊക്കെ നിന്നോണ്ട് ഒരാൾ പറയും, അയ്യോ മാവേലിക്കരയിൽ നിന്ന് ഒരുത്തൻ വന്നിരിക്കുന്നു, നിങ്ങൾ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസനാണ്, ഈ മനുഷ്യൻ നിങ്ങളോട് രക്ഷാമാർഗം. അപ്പൊ ഞാനിതൊന്നും നല്ല പബ്ലിസിറ്റി ഇല്ലേ, തലയൊക്കെ ഉയർത്തി ഞാൻ നെഞ്ചു വിരിച്ചിരുന്ന് കേൾക്കും. പക്ഷെ പൗലോസ് കേൾക്കാൻ നിന്നില്ല. പൗലോസ് ഉടനെ ഈ സ്ത്രീയുടെ ഉള്ളിലുള്ള ഭൂതത്തെ നോക്കി ശാസിച്ചു. അവനിങ്ങനെ പറഞ്ഞു, അവളെ വിട്ടുപോക, ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. ഓക്കെ, ഇവിടെ ഒരു സത്യമുണ്ട്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഭൂതം ബാധിച്ച ആ പെൺകുട്ടിക്ക് നേരെ അവർ കൽപ്പിച്ചപ്പോ ആ പെൺകുട്ടിയിലുള്ള ഭൂതം വിട്ടുപോയി. എത്രപേർക്ക് ഇന്ന് രാത്രി അതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ട്? ഈ രാത്രി ഞാൻ നിങ്ങളോട് പറയാം, ഏതെങ്കിലും പൈശാചിക തലത്താൽ, മന്ത്രവാദത്താൽ, ആഭിചാരത്താൽ, ക്ഷുദ്രപ്രയോഗത്താൽ നിന്റെ ഭവനവും നിന്റെ കുടുംബവും ഭാരപ്പെടുന്നുവെങ്കിൽ ഞങ്ങൾ ഇന്ന് രാത്രി അവിടുത്തെ ദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് വിളിച്ചു പറയുന്നു, യേശുവിന്റെ നാമത്തിൽ നിന്റെ ഭവനത്തിന് ഒരു വിടുതലുണ്ട്. അത് പ്രഖ്യാപിക്കാനാണ് ഞങ്ങൾ ഇന്ന് രാത്രി വന്നിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും പോയി പലയിടത്തും കറങ്ങി പലരോടും കരഞ്ഞിട്ട് നിന്റെ കുടുംബം രക്ഷപ്പെടാൻ കഴിയാതെ ശാപത്തിന്റെ കെട്ടുകളിൽ, പൈശാചിക തലങ്ങളുടെ കെട്ടുകളിൽ, മന്ത്രവാദത്താൽ, ക്ഷുദ്രപ്രയോഗത്താൽ, ആഭിചാരത്താൽ തകർക്കപ്പെട്ട
വിട്ടുപോയി എന്ന് ആരെങ്കിലും ഇന്ന് രാത്രി പറയുന്നുവെങ്കിൽ ഈ ഗ്രൗണ്ടിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന് ഈ രാത്രി നിനക്ക്, നിന്റെ കുടുംബത്തിന്, നിന്റെ തലമുറയ്ക്ക് ഈ രാത്രി വിടുതൽ നൽകുവാൻ ശക്തിയുള്ളവരാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുക മാത്രമല്ല, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രി കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പൈശാചിക ബന്ധനത്തിലായിരിക്കുന്ന ചില കുടുംബങ്ങൾ അത് സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. ഞങ്ങൾ വെറുതെ പറയുന്നതല്ല, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇന്ന് രാത്രി പറയുന്നത്, ഞങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അത് സംഭവിക്കും. അത് ഉറപ്പാണ്. ഈ ഗ്രൗണ്ടിൽ ഞങ്ങൾ വെറുതെ വന്നതല്ല. അടുത്ത 3 ദിവസം, ഇന്ന് രാത്രി മുതൽ അടുത്ത 3 ദിവസം ഞങ്ങൾ പ്രസംഗിക്കുന്ന വചനത്തിന് നിങ്ങളെ വിടുവിപ്പാൻ ശക്തിയുള്ള വചനമാണ്. ഈ രാത്രി ഞങ്ങളത് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഈ ദേശത്ത് ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ വെറും പ്രഖ്യാപനമല്ല, ചില കുടുംബങ്ങൾക്കകം തകർന്നു കിടക്കുന്നത് ഞങ്ങൾ ആത്മാവിൽ മനസ്സിലാക്കുന്നു. ഞങ്ങൾക്കൊന്നറിയാം, സമാധാനമില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത, കരയുന്ന ചില അമ്മമാരിവിടെയുണ്ട്, ചില സഹോദരിമാരിവിടെയുണ്ട്. ഹല്ലേലൂയ. ജീവിതം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ട് രക്ഷപ്പെടാൻ കഴിയാതെ വണ്ണം കുരുക്കിനകത്തകപ്പെട്ട് കുരുങ്ങി കിടക്കുന്നത് പോലെ ജീവിതം മതിയായെന്ന് പറയുന്ന ചില വ്യക്തികൾ ഞങ്ങളെ കേൾക്കുന്നുണ്ട്. ഞങ്ങൾ അവരെ നോക്കി പറയുന്നു, ഈ രാത്രി രക്ഷ പ്രാപിക്കാൻ ഏക മാർഗം ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. ഇന്ന് രാത്രി ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. ഇവിടെ സംഭവിച്ചത്, ഇവരുടെ ഭൂതം പോയപ്പോ ഇവിടെ യജമാനന്മാർ മനസ്സിലായി അവരുടെ ലാഭത്തിന്റെ ആശ പോയിപ്പോയി എന്ന് പറഞ്ഞാൽ ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന എന്ത് ചെയ്തു, പൈസയൊക്കെ നഷ്ടപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഉടനെ അവരെ പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് അവിടത്തെ പ്രമാണിമാരുടെ അടുക്കലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ അധിപതികളുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട്, യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി, റോമാക്കാർക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്നും ഇവിടെ പ്രസംഗിച്ചാലും ചിലർ പറയുന്നൊരു കാര്യമാണ്, ന്യായമല്ലാത്ത കാര്യങ്ങൾ പ്രസംഗിക്കുന്നു. സുവിശേഷത്തെക്കുറിച്ച് ഒത്തിരി ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണ, ഒന്നാമത്തെ ഒരു തെറ്റിദ്ധാരണ, ജെയിംസ് കെ ബെഞ്ചമിൻ എന്ന് പറയുന്ന പാസ്റ്ററും കുടുംബവും അമേരിക്കയിൽ കിടക്കുന്ന ആരുടെയോ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ മതപ്രചരണം നടത്തുന്നു എന്ന് ഒരു തെറ്റിദ്ധാരണ. ഞാൻ കുറെ കാലമായി ഇവരുടെ കൂടെ നടക്കുന്നു. ഇവരെ ഈ സുവിശേഷം വിളിച്ചു പറഞ്ഞുകൊണ്ട് കിട്ടുന്ന നന്മ മുഴുവനും ഇതിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആരൊക്കെയോ നൽകിയ ചെറിയ ചെറിയ നന്മകളാണ് ഇവിടെ പോസ്റ്ററായി, ഫ്ലെക്സായി, ലൈറ്റായി, ഈ സ്റ്റേജായി, ഈ സൗണ്ട് സിസ്റ്റമായിട്ടൊക്കെ വന്നിരിക്കുന്നത്. ഞങ്ങൾ ആരെയും മതം മാറ്റം വന്നതല്ല, ഞങ്ങൾ നിങ്ങൾക്ക് ഏക മാർഗം കാട്ടിത്തരാനാണ്. ഞങ്ങളിത് പറയുമ്പോൾ അതിന്റെ അർത്ഥം, ഒരിക്കലേ എൻ്റെ ചർച്ചിൽ ഞാനൊരു വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിവക്കിൽ ഒരു പൈപ്പിന്റെ ചുവട്ട് എൻ്റെ ക്ലാസ്മേറ്റായ സഹോദരി നിൽക്കുന്നു. കലയെന്നാണ് അവിടെ പേര്. ഡിഗ്രിക്ക് എൻ്റെ കൂടെ പഠിച്ചതാണ്. ഞാൻ വണ്ടിയെ വരുന്നെന്ന് കണ്ട് എന്നെ ദൂരേന്ന് കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി. അവൾ ആ കാലം ആ പൈപ്പിൻ ചവിട്ട് ഇട്ടിട്ടൊരൊറ്റ ഓട്ടം. ഞാൻ അവളെ നോക്കിയിട്ട് തിരിച്ച് ഞാൻ വണ്ടി ഓടിച്ച് ഞാനങ്ങ് പോയി. തിരിച്ചു വന്നപ്പോൾ ഞാൻ ഹെൽമെറ്റ് ഇട്ടുണ്ടാകുന്നത്. അപ്പോൾ അവൾ പൈപ്പിൻ ചവിട്ട് വെള്ളം പിടിച്ചുകൊണ്ട് നിൽക്കുക. ഓടാൻ പറ്റിയില്ല. ഞാൻ ബൈക്ക് ചവിട്ടി നിർത്തി. ഞാൻ ചോദിച്ചു, കലേ,
നിന്റെ കൂടെ പഠിച്ചതല്ലേ ഞാൻ, നീ എന്നെ കണ്ടിട്ട് എന്താ ഓടിയത്? അപ്പൊ ഞാൻ അവളെ ഒന്ന് ശ്രദ്ധിച്ചു. എന്റെ ക്ലാസ്സിലെ ബഹുമിടുക്കിമാരിൽ ഒരാളാണ്. പക്ഷെ അവിടെ നൈറ്റി പിഞ്ചിയിരിക്കുന്നു. ഞാൻ എന്തു പറ്റി? അവ എന്നോട് ചോദിച്ചു എവിടെ പോവാ? ഞാൻ പറഞ്ഞു തൊട്ടടുത്തൊരു വാസുവച്ചനെ അറിയാം, ഞാൻ ആ വീട്ടിൽ പോയിട്ട് വരിക. ഉടനെ അവള് പറഞ്ഞു, പ്രഭ, എന്റെ ജീവിതം മുഴുവനും തകർന്നുപോയി. എന്റെ ഭർത്താവ് ഒരു മുഴുക്കുടിയനാണ്, എനിക്ക് സ്വസ്ഥതയില്ല, എല്ലാ ദിവസവും അടി വാങ്ങും. ഞാനിവിടെ മുനിസിപ്പാലിറ്റി ജോലിക്ക് പോകുന്നുണ്ട്, പക്ഷെ ജീവിതം തകർന്നു കിടക്കുക. അപ്പൊ വാടാ പോടാ ബന്ധമായതുകൊണ്ട് എന്നോട് പറഞ്ഞു, നിനക്ക് എന്റെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കാവൂ. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലായത്. തൊട്ടടുത്തൊരു ഫിലിം മിനിസ്ട്രി അന്ന് ഞങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഈ കുടുംബത്തെ ഞാൻ ക്ഷണിച്ചു. എന്തുകൊണ്ടോ അവിടെ ഭർത്താവിന്റെ പേര് ബിജു എന്നാണ്, ഇന്ന് എന്റെ അടുത്ത സ്നേഹിതനാണ്. ഒരു വർഗീയ പാർട്ടിയുടെ ആ സ്ഥലത്ത് അറിയപ്പെടുന്ന ഒരാളാണ്. അവന്റെ അപ്പൻ ബൈബിള് കത്തിക്കാൻ മുൻപന്തി നിന്ന ആളാണ്. അപ്പോ അങ്ങനെ ബൈബിള് കത്തിച്ച വ്യക്തി എന്ന നിലയിൽ ആ സ്ഥലത്ത് അവന്റെ അപ്പനെ കുറിച്ച് നല്ല പ്രചരണമാണ്. പക്ഷെ ബൈബിള് കത്തിച്ച ആ തങ്കപ്പൻ ചേട്ടന്റെ മക്കളെ മുഴുവൻ ഈ കൈകൊണ്ട് ഞാൻ സ്നാനപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോ ഈ ബിജുവിനോട് പറഞ്ഞു, ഇവിടത്തെ ഫിലിം മിനിസ്ട്രി ഉണ്ടെന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അന്ന് ഞങ്ങളൊരു 100 കുടുംബങ്ങൾ കയറി ഇറങ്ങിയിട്ട് ഇവര് മാത്രമേ വന്നുള്ളൂ. ആ ഫിലിം അന്ന് രാത്രി പ്രദർശിപ്പിച്ചത് മദ്യപാനിയായ ഒരു മനുഷ്യനെ കുറിച്ചാണ്. ഈ മനുഷ്യൻ അതിന്റെ അവസാനം കണ്ണുനീരോടുകൂടെ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു. പിറ്റേ ഞായറാഴ്ച എന്റെ ചർച്ചിൽ വന്നു. 2 മാസം കഴിഞ്ഞപ്പോൾ അവനൊരു പുതിയ ബൈക്ക് എടുത്തു. നാട്ടുകാര് പറഞ്ഞു, അമേരിക്കയിൽ നിന്ന് ഞാൻ കാശ് വരുത്തി, ഈ മനുഷ്യന് മതം മാറ്റത്തിന് കാശ് കൊടുത്തത് കൊണ്ടാണ് ഇവൻ ഒരു പുതിയ ബൈക്ക് വാങ്ങിയത്. അങ്ങനെ ഇവൻ ഈ പള്ളിയിലൊക്കെ പോകാൻ തുടങ്ങിയത് പറഞ്ഞു. വാസ്തവത്തിൽ എന്തെന്നറിയാമോ? എല്ലാ ദിവസവും 2500 രൂപയുടെ ശമ്പളം വാങ്ങുന്ന മനുഷ്യനാണ്. സ്വന്തമായി ഒരു കോൺട്രാക്ട് എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നൊരു മനുഷ്യൻ. ഒരു ദിവസം 2500 രൂപ വെച്ച് 30 ദിവസം കണക്ക് കൂട്ടി എത്ര രൂപയാവും നിങ്ങൾ കണക്കൂട്ടണം. അപ്പൊ 2 മാസം അവൻ സംഭരിച്ചു വെച്ച പൈസ കൊണ്ടാണ് ബൈക്ക് വാങ്ങിയത്. പക്ഷെ ആളുകൾ പ്രചരിപ്പിച്ചത് എന്താണ്? ഞാൻ എന്തോ കൊടുത്തിട്ടാണ് അവൻ, അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ടാണ് അവൻ ഈ മാറ്റം വന്നത്. അങ്ങനല്ല. ഇവൻ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചപ്പോൾ വർഷങ്ങളായി മദ്യപാന ആസക്തിയിൽ അടിമയായിരുന്ന ഈ ബിജു അതിൽ നിന്നും മോചനം പ്രാപിച്ചു, അതിൽ നിന്നും രക്ഷ പ്രാപിച്ചു. ഹല്ലേലൂയ. ഇന്നും ഒരു ആവേശത്തോടെ നിൽക്കുന്ന ഒരു ക്രിസ്തീയ ഭക്തനാണ്. എന്നെ കേൾക്കുന്ന ചുറ്റുപാടുള്ള ആളുകളോട് ഞാൻ പറയുന്നത്, ആ കലാമ എന്നോട് ആ വഴിവക്കിൽ നിന്നുകൊണ്ട്, ആ പൈപ്പും ചുവട്ടും നിന്നുകൊണ്ട് എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഹല്ലേലൂയ. രക്ഷ പ്രാപിക്കാൻ ഞാൻ അവിടെ കയ്യിൽ പണം കൊടുത്തില്ല. രക്ഷ പ്രാപിക്കാൻ ഏതെങ്കിലും സ്ഥലത്ത് പോകാൻ ഞാൻ പറഞ്ഞില്ല. രക്ഷ പ്രാപിക്കാൻ ഏതെങ്കിലും വെള്ളം കുടിക്കാൻ ഞാൻ പറഞ്ഞില്ല. രക്ഷ പ്രാപിക്കാൻ എന്നെ രക്ഷിച്ച യേശുവിനെ പകുത്തു കൊടുത്തപ്പോൾ ആ കുടുംബം രക്ഷപ്പെടാനിടയായി. എന്നെ കേൾക്കുന്ന കുഞ്ഞെ, എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് ഇത് കേൾക്കുമ്പോ ഹല്ലേലൂയ, ഒരുപക്ഷെ ഈ ഒരു കഥ പോലെ നിങ്ങൾക്ക് തോന്നിയാലും ഞാൻ നിങ്ങളോട് പറയുന്നത്, കലയ്ക്ക് രക്ഷ
രക്ഷപ്പെടാനുള്ള മാർഗമായിരുന്നു ഞാൻ പറഞ്ഞു കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേർ ഇതിന്റെ ധാരാളം പേരിന്റെ ചുറ്റുപാടുണ്ട്. ഞാൻ അവരോട് പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. നോക്കുക, വേദപുസ്തകം പറയുന്ന രക്ഷയെന്ന് പറയുന്നത് വാസ്തവത്തിൽ കേവലം ഒരു സാമ്പത്തിക അഭിവൃദ്ധിയെ കുറിച്ചല്ല പറയുന്നത്. രക്ഷയെന്ന് പറയുന്നത് ഒരു രോഗത്തിൽ നിന്നുള്ള വിടുതലിനെ കുറിച്ചല്ല. പക്ഷെ ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്, സൗഖ്യമാക്കുന്ന ഒരു യേശുവുണ്ട്, വിടുവിക്കുന്ന ഒരു യേശുവുണ്ട്. അതിന് ഉദാഹരണമാണ്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ടീമിലെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് എനിക്ക് എന്റേതായ കുറെ ചർച്ചിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. പാസ്റ്റർ സാമോനിയാണ് എന്നെ പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്നത്. ഒരു ദിവസം രാത്രി പാസ്റ്റർ സാമോനി എന്നെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് ഞാൻ വീട്ടിൽ 2 മണിയായപ്പോ ഞാൻ ഇന്ന് കിടക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ നെഞ്ചിന്റെ ഭാഗത്ത് വേദന തുടങ്ങി, കലശലായ വേദന. ഞാൻ വിചാരിച്ചു എന്തോ ഒരു ഗ്യാസ് ആണ് എന്റെ ചിന്ത. പക്ഷെ വേദന വർദ്ധിച്ചു വരാൻ തുടങ്ങി. അന്ന് പ്രഭാതത്തിൽ എന്റെ ഇളയ മകൻ ഡൽഹിയിലേക്ക് പോവുകയാണ്. ഞാൻ അവനോട് പറഞ്ഞാൽ ഡൽഹി യാത്ര അവൻ ക്യാൻസൽ ചെയ്യും. അതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞില്ല. എന്നിട്ട് എന്റെ വൈഫിനോട് പറഞ്ഞു, നീയും കൂടെ വാ, അവനെ റെയിൽവേ സ്റ്റേഷനിൽ വിടാം. അവനെ ട്രെയിൻ കയറ്റി വിട്ട ഉടനെ ഞാൻ പറഞ്ഞു, നമുക്ക് ആശുപത്രി പോകണം. അവിടെ ചെന്നപ്പോ അവർ പെട്ടെന്ന് ECG എടുത്തപ്പോ പറഞ്ഞു, ഇതിനകത്ത് ഭയങ്കര വേരിയേഷനാണ്, വേഗം മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് അന്ന് വൈകുന്നേരത്ത് റാന്നിയിലൊരു കൺവെൻഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയാൽ എനിക്ക് ആ കൺവെൻഷന് പ്രസംഗിക്കാൻ പറ്റില്ല. അടുത്ത 2 ദിവസവും തിരുവനന്തപുരത്ത് കൺവെൻഷൻ ഉണ്ട്, അവിടെ പ്രസംഗിക്കാൻ പറ്റില്ല. തിങ്കളാഴ്ച ഞങ്ങളുടെ അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിലെ ജനറൽ കൺവെൻഷൻ ആരംഭിക്കുക. ആദ്യത്തെ ദിവസം ഞാനാണ് പ്രസംഗിക്കുന്നത്. പാസ്റ്റർ സജീവൻ ഇവിടെയുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാനാണ് പ്രസംഗിക്കുന്നത്. അപ്പൊ ഞാൻ ഇത് ആശുപത്രിയിലേക്ക് ചെന്നാൽ അവരെന്നെ നിശ്ചയമായും അഡ്മിറ്റ് ആക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ ഞാൻ ഉള്ളിൽ അങ്ങ് തീരുമാനിച്ചു, ഈ മീറ്റിംഗ് കഴിയാതെ എങ്ങും പോയില്ല. പക്ഷെ കലശലായ അസ്വസ്ഥതകൾ എന്റെ ഉള്ളിലുണ്ട്. അപ്പോ അങ്ങനെ ആ കൺവെൻഷൻ ടൈം കഴിഞ്ഞ് പൊതുവാരാധന, ഞങ്ങൾക്ക് ഞായറാഴ്ചയുള്ള പൊതുവാരാധന കഴിഞ്ഞ് പോകാമെന്ന് തീരുമാനിച്ചു. പക്ഷെ വ്യാഴാഴ്ച രാത്രിയിൽ കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ ബാബു ചെറിയാനായിരുന്നു ഞങ്ങളുടെ ജനറൽ കൺവെൻഷന് പ്രസംഗിക്കാൻ വന്നപ്പോൾ ശക്തമായ ഒരു ആത്മപകർച്ച വ്യാപരിക്കാൻ തുടങ്ങി. സ്റ്റേജിൽ നിന്ന് മറ്റാരും താഴോട്ടിറങ്ങി വന്നില്ല. സ്റ്റേജിൽ ഇരുന്ന് ഞാൻ എഴുന്നേറ്റ്, ആ സമയം നെഞ്ചുവേദനയുണ്ട്, താഴോട്ടിറങ്ങി വന്നു. ഞാൻ അവിടെ ദൈവമക്കൾ ആരാധിക്കുന്ന, മുൻപിൽ കൂടി നിന്ന് ആരാധിക്കുന്ന ഇടയിലേക്ക് കയറി കരമടിച്ച് അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. എത്ര നേരം സ്തുതിച്ചെന്ന് എനിക്കറിയില്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ആ യോഗം തീർന്നപ്പോ എനിക്കൊന്നും ഒരു കാര്യം മനസ്സിലായി. എന്റെ നെഞ്ചിനകത്തുണ്ടായിരുന്ന അസ്വസ്ഥത മാറി, എന്റെ നെഞ്ചിനകത്തുണ്ടായിരുന്ന വേദന മാറി. അടുത്ത തിങ്കളാഴ്ച വൈകിട്ട്, ചൊവ്വാഴ്ച ആലപ്പുഴയുള്ള മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ടന്റ് അബ്ദുസലാം, അവിടുത്തെ കാർഡിയോളജിസ്റ്റാണ്, അദ്ദേഹത്തെ കാണാനാണ് പ്രഭാതത്തിൽ പോകേണ്ടത്. രാത്രിയിൽ ഞാൻ ECG എടുത്തു. ആ 2 റിപ്പോർട്ട്, ആദ്യത്തെ റിപ്പോർട്ടും രണ്ടാമത്തെ റിപ്പോർട്ടുമായി അബ്ദുസലാം സാറിന്റെ മുമ്പിൽ വന്നു. ആദ്യത്തെ റിപ്പോർട്ട് കണ്ടപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു, ഇയാൾക്ക് അറ്റാക്ക് ആണല്ലോ. രണ്ടാമത്തെ റിപ്പോർട്ട് നോക്കിയപ്പോൾ അദ്ദേഹം പറയാ, ഇയാൾക്ക് ഒരു കുഴപ്പമില്ല.
ഹലോ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിൽക്കുമ്പോ ഹല്ലേലൂയ, ചില മാസങ്ങളായി ജീവിക്കുന്ന ദൈവത്തിന്റെ വിടുതൽ അനുഭവിച്ചിട്ടാണ് ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നത്. ഈ രാത്രി രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളോട് ഞാൻ പറയട്ടെ, എന്റെ ഹാർട്ടിന്റെ മേൽ തൊട്ട് എനിക്ക് സൗഖ്യം നൽകിയ യേശു ഇന്ന് രാത്രി ജീവിക്കുന്നത് കൊണ്ട് ഈ രാത്രി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഭവനത്തിന്റെ ഉള്ളറയ്ക്കകത്ത് രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ ഞാൻ ധൈര്യസമേതം നിങ്ങളെ വിളിക്കുന്നു. ഈ ഗ്രൗണ്ടിൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്. വിശ്വസിക്കുന്നവർ അതരങ്ങൾ തുറന്ന് ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ട് ഞങ്ങൾ ശക്തമായി പറയുന്നു, ഞങ്ങൾ വിളിച്ചു പറയുന്ന യേശുവിന്റെ നാമത്തിൽ നിന്റെ രോഗബന്ധനങ്ങൾ ഈ രാത്രി അഴിഞ്ഞു മാറും. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, രക്ഷ പ്രാപിക്കാൻ എന്തു വേണമെന്ന് ചോദിക്കുന്നവരോട് പറയുന്നു, രക്ഷ പ്രാപിക്കാൻ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. നീ മാത്രമല്ല, നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഈ രാത്രി രക്ഷ പ്രാപിക്കാൻ സ്ഥലങ്ങൾ അന്വേഷിക്കേണ്ട, രക്ഷ പ്രാപിക്കാൻ മാർഗം അന്വേഷിക്കേണ്ട, രക്ഷ പ്രാപിക്കാൻ ഹല്ലേലൂയ ഏതെങ്കിലും വെള്ളത്തിന്റെ അരികിലേക്ക് പോകണ്ട, രക്ഷ പ്രാപിക്കാൻ ഏതെങ്കിലും മലയുടെ മുകളിലേക്ക് പോകണ്ട, രക്ഷ പ്രാപിക്കാൻ ഭൂമിയുടെ അറ്റത്ത് പോകണ്ട, രക്ഷ പ്രാപിക്കാൻ മനുഷ്യരെ ആശ്രയിക്കണ്ട, രക്ഷ പ്രാപിക്കാൻ മൃഗങ്ങളെ ആശ്രയിക്കണ്ട, രക്ഷ പ്രാപിക്കാൻ ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളെയും ആശ്രയിക്കണ്ട. നിന്നെ രക്ഷിക്കാൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന ഒരുവനുണ്ട്. അവന്റെ പേരാണ് യേശുക്രിസ്തു. ഹല്ലേലൂയ. ആ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ കൊച്ചു മുറിക്കകത്തിരുന്നു കൊണ്ട്, യേശുവേ എന്നെ ഒന്ന് രക്ഷിക്കാൻ ഇറങ്ങി വരണമേ എന്ന് ആര് പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ മുറിക്കകത്തേക്ക് ഇറങ്ങി വരുന്നവനാണ് യേശുക്രിസ്തു. ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന പലരെയും നിങ്ങൾ വിളിച്ചു ചോദിച്ചാൽ അവർ കരഞ്ഞപ്പോൾ, അവർ കണ്ണുനീരൊഴുക്കിയപ്പോൾ, അവർ നിലവിളിച്ചപ്പോൾ, ഹൃദയം മുറുങ്ങിയിരുന്നപ്പോൾ അവരെ രക്ഷിക്കാൻ ഉലകത്തിലെ ഒരാചാര്യന്മാർക്കോ ഒരു ആത്മീയ നേതാക്കന്മാർക്കോ ഒരു മതത്തിനോ മതചിന്തകൾക്കോ മതാനുഷ്ഠാനങ്ങൾക്കോ കഴിയാതിരുന്നപ്പോൾ, യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളുടെ കൊച്ചു മുറിക്കകത്തേക്ക്, ഞങ്ങളുടെ കിടക്കയിലേക്ക്, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. ഈ രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നു, അവന് നിന്റെ പൈസ വേണ്ട, മെഴുകുതിരി കാലുകൾ വേണ്ട, നിന്റെ പുഷ്പം വേണ്ട, നിന്റെ വസ്തുവകൾ വേണ്ട. എന്നാൽ ഇന്ന് രാത്രി തകർന്നും മുറുകിയും ഇരിക്കുന്ന ഹൃദയം അവന് കൈമാറാൻ ഈ രാത്രി തയ്യാറാണോ? സ്വസ്ഥതയില്ലാത്ത, സമാധാനമില്ലാത്ത ആ ജീവിതത്തെ യേശുവിനൊന്ന് കൈമാറാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ ശക്തമായി വിളിച്ചു പറയുന്നു, ഇപ്പോൾ തന്നെ അവന്റെ ശക്തി, യേശുവിന്റെ ശക്തി പുറപ്പെട്ടുവെന്ന് ഇപ്പോൾ തന്നെ വിടുതൽ നൽകും. എന്തുകൊണ്ടാ ഞങ്ങൾ ശക്തമായി പറയുന്നത്? ഇതുപോലെ പ്രസംഗിച്ചപ്പോൾ എത്ര ജീവിതങ്ങൾ വഴിത്തരിവിൽ നിന്ന് കയറി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നോക്കൂ സഹോദരങ്ങളെ, ഞങ്ങൾ രക്ഷ പ്രാപിക്കണമെന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ആത്മരക്ഷയെ കുറിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. രക്ഷയെന്ന് പറയുമ്പോൾ സാധാരണ ശിക്ഷയിൽ നിന്നുള്ള വിടുതലെന്നാണ് അതിന്റെ അർത്ഥമെന്ന് പറയുന്നത്. ഹൈന്ദവ സഹോദരങ്ങൾ രക്ഷ എന്ന പദത്തിന് അവരുപയോഗിക്കുന്ന പദമാണ് മോക്ഷം പ്രാപിക്കുക എന്നുള്ളത്. വിവിധ മതങ്ങൾക്ക് വിവിധപരമായ ആശയങ്ങളാണുള്ളത്. ബുദ്ധമതം പറയുന്നത്
സംസാര എന്ന പുനർജന്മ ചക്രത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നുമുള്ള മോചനമാണ് രക്ഷ. എന്ന് പറഞ്ഞാൽ ഈ ദുഃഖങ്ങളും വേദനകളും തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഈ ജീവിതത്തിൽ നിന്ന് പുനർജന്മങ്ങളിലൂടെ, പല പുനർജന്മ ചക്രങ്ങളിലൂടെ സഞ്ചരിച്ച് ദുഃഖത്തിൽ നിന്നും ഒരു മോചനം എപ്പോൾ കിട്ടുമോ അതിനെയാണ് ബുദ്ധമതം രക്ഷയെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇസ്ലാം മതം പറയുന്നത് രക്ഷയെന്ന് പറയുമ്പോ സാൽവേഷൻ കംസ് ത്രൂ സബ്മിഷൻ ടു അല്ലാഹ്സ് വിൽ. അള്ളയുടെ അല്ലെങ്കിൽ അള്ളാഹ് എന്ന് പറയുന്ന ദൈവത്തിന് സബ്മിഷൻ ചെയ്യുന്ന, കീഴടങ്ങുക, സമർപ്പിക്കുന്നതിലൂടെയാണ് രക്ഷ ലഭ്യമാകുന്നത്. അതിന് പ്രാർത്ഥന, ഉപവാസം, ചാരിറ്റി എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന സക്കാത്ത്, പിൽഗ്രിമേജ്, മെക്കായിലേക്ക് പോകുക, അതേപോലെ തന്നെ ഡിക്ലറേഷൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസ പ്രഖ്യാപനം. അതുകൊണ്ടാണ് രാവിലെയും ഉച്ചയ്ക്കും അവര് പ്രഖ്യാപനം നടത്തുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ട്, ബാങ്ക് വിളിക്കുക എന്ന് പറയും. ഇതെല്ലാം അനുഷ്ഠിക്കുന്നതിലൂടെ ജീവിതത്തിൽ രക്ഷ പ്രാപിക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. സിക്കിസം പറയുന്നത് സാൽവേഷൻ ഇൻവോൾവ് മേർജിങ് ദ സോൾ വിത്ത് ഗാഡ് എന്ന് പറഞ്ഞാൽ ദൈവവും ആത്മാവും തമ്മിൽ മേർജ് ഒന്നിച്ചാകുന്ന ഒരു കാര്യമാണ് രക്ഷ എന്ന് പറയുന്നത്. അങ്ങനെ എങ്ങനെ? ത്രൂ മെഡിറ്റേഷൻ, ധ്യാനത്തിലൂടെ ആത്മാവും ദൈവവും ഒന്നിച്ചാകുന്ന പ്രത്യേക അനുഭവത്തിനെയാണ് അവർ രക്ഷയെന്ന് പറയുന്നത്. ഹൈന്ദവ മതം, നമ്മുടെ ചുറ്റുപാടുള്ള സഹോദരങ്ങൾ വിശ്വസിക്കുന്നത് പുനർജന്മ ചക്രത്തിലൂടെ ബ്രഹ്മനിൽ ലയിക്കുന്നതിനാണ് രക്ഷ. അതിന് ഭക്തി, ജ്ഞാനം, കർമ്മം തുടങ്ങിയ പടികൾ അനുഷ്ഠിക്കുന്നതിലൂടെ രക്ഷ പ്രാപിക്കുന്നു എന്നാണ്. നോക്കിയ വിവിധ ചിന്താസരണികൾ ഉണ്ടെന്ന് എനിക്കറിയാം, വിവിധ ആശയങ്ങൾ ഉണ്ടെന്നറിയാം. പക്ഷെ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യമാണ് യേശുവിൽ കൂടെയുള്ള രക്ഷ. ഞങ്ങൾ പറയുന്നത് ശരീരത്തിന്റെ രക്ഷയല്ല, നോക്കൂ, ഭൗതിക വിഷയങ്ങളുടെ രക്ഷയല്ല. ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒരു വിലപ്പെട്ട ആത്മാവുണ്ട്. മനുഷ്യന് 3 തലങ്ങളുണ്ട്. ആ തലമെന്ന് പറയുന്നത് ദേഹം, ദേഹി, ആത്മാവ്. ദേഹമെന്ന് പറയുന്നത് ഈ ശരീരമാണ്. ദേഹി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ പറഞ്ഞാൽ അകത്ത് മനുഷ്യനുള്ള, പ്രാണനുള്ള, ജീവനുള്ള അവസ്ഥ. എന്നാൽ അതിലുപരിയായി മനുഷ്യന്റെ ഉള്ളിൽ ആത്മാവെന്ന് പറയുന്ന ഒരു സത്തയുണ്ട്. ഇന്ന് പകല് 2 മരണ വീട്ടിൽ പോയിട്ടാണ് ഞാൻ വന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ പോയത് എന്റെ അതേ പ്രായമുള്ള 55 വയസ്സുള്ള ഷിബു എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ അടക്കത്തിനാണ് ഞാൻ പോയത്. ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ നിന്ന് ആളുകൾ കരയുന്നുണ്ട്, ഷിബു എന്ന് വിളിക്കുന്നുണ്ട്, പക്ഷെ കേൾക്കുന്നില്ല. നിങ്ങളുടെ അകത്ത് എന്താ ആത്മാവ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, ആ ആത്മാവ് ഇവിടെ നിന്ന് പറന്നുപോയാൽ ആ ആത്മാവ് എവിടെ എത്തിച്ചേരുമെന്ന് എത്ര കുറപ്പുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾക്കൊന്നറിയാം, ഞങ്ങൾ ഇവിടെ പിടഞ്ഞു വീണ് മരിച്ചാൽ പറന്നു പോകുന്ന ഒരു സ്ഥലമുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അത് ഞങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധാനം, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ കയറി പോകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ആ രക്ഷയെ കുറിച്ച് ഇന്ന് രാത്രി പറയാനാണ് വന്നിരിക്കുന്നത്. അത് തികച്ചും സൗജന്യമായ രക്ഷയാണ്. കർമ്മങ്ങളോ, കർമാനുഷ്ഠാനങ്ങളോ, കർമ്മ പരിപാടികളോ, നോക്കി ആചാരങ്ങളിലോടോ അനുഷ്ഠാനങ്ങളിലോടോ ലഭ്യമാകുന്ന രക്ഷയെ കുറിച്ചല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. തികച്ചും സൗജന്യമായി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന രക്ഷയെ കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എനിക്കറിയാം, ഇപ്പൊ വിടുതൽ, ഇപ്പൊ സൗഖ്യം എന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്.
പക്ഷെ അതൊന്നും അല്ല രക്ഷ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇടയ്ക്കൊന്ന് ചോദിക്കട്ടെ, ഒരുപക്ഷെ ഇന്ന് രാത്രി നിങ്ങൾ മരിച്ചു വീണ നിങ്ങളുടെ ആത്മാവ് എവിടെ പോകും? ബൈബിൾ ഭാഷയെ പറഞ്ഞ ഇന്ന് രാത്രി മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? ദിവസത്തിൽ വേറെ ഭാഗത്ത് ഒരുത്തനാണെങ്കിൽ നല്ലോണം കൃഷിയൊക്കെ ചെയ്തു സമ്പാദിച്ചു, പണ്ടികശാലയില് ഈ ഭയങ്കര ഭണ്ഡാരഗ്രഹത്തിലൊക്കെ കൂട്ടിവെച്ചു. അതിന്റെ മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഇനി എല്ലാം ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പം, എടാ മടയാ മൂട, ഇന്ന് നിന്റെ ആത്മാവിനോട് ചോദിച്ചാൽ ഇത് നിനക്ക് വല്ല പ്രയോജനമുണ്ടോ? പലരോടും ഞാൻ ചോദിക്കാറുണ്ട്. ഒരുപക്ഷെ ഇന്ന് രാത്രി മരണം നമ്മളെ പിടിച്ച, ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് ഇപ്പോഴെങ്കിലും നിങ്ങളെ വീട്ടിൽ മരണം വരത്തില്ല, മരിക്കത്തേ ഇല്ല എന്ന് പറയുന്ന ആളുകൾ ഇതിനകത്ത് ചിലപ്പോൾ കാണും. ഒരിക്കൽ പോലും ചിന്തിക്കാത്ത, ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരാളാണ്. അപ്പോ ഞാൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ദിവസം മുതലേ ഈ 98 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള ആളുകളെ അടക്കിയിട്ടുണ്ട്. അപ്പൊ വിവിധ എന്താ വയസ്സുള്ള ആളുകൾ. ഞാൻ ആദ്യം അടക്കിയത് എന്റെ കസിൻ ബ്രദറിനെയാണ്. 6.5 അടി പൊക്കമുള്ള, അത്രയും വലിപ്പമുള്ള, ഭയങ്കര പേഴ്സണാലിറ്റി ഉള്ള എന്റെ കസിനെയാണ് ഞാൻ ആദ്യം അടക്കിയത്. എനിക്ക് അവന്റെ മുഖത്തോട്ട് നോക്കാൻ എനിക്ക് ഭയങ്കര സങ്കടം. കാരണം എന്റെ ചോരയാണ് കിടക്കുന്നത്. പക്ഷെ അവനെ ഞാൻ എത്ര വിളിച്ചാലും കേൾക്കില്ല. മരിച്ചവരുടെ വീട്ടിൽ ചെന്ന് എത്ര പേര് വിളിച്ചാലും അവർ കേൾക്കില്ല. കാരണം അവിടെ ഉള്ളിൽ ദൈവം കൊടുത്തിരിക്കുന്ന ആത്മാവ് പറന്നുപോയി. കുഞ്ഞേ, ഈ രാത്രി നിന്റെ അകത്തിരിക്കുന്ന ആത്മാവിന് പ്രാധാന്യം കൊടുക്കണം. പുറമേ ഉള്ളത് ക്ഷയിച്ചു മാറും. ഈ പുറമേയുള്ള ഈ ശരീരം ക്ഷയിക്കും. ഈ ശരീരം ദിവസം പ്രതി ക്ഷയിക്കുന്നതാണ്. ഞാൻ ഈ റീസെന്റ് എന്റെ പ്രീ ഡിഗ്രിക്ക് പഠിച്ച ഫോട്ടോ കിട്ടി. ഇപ്പോഴത്തെ ഫോട്ടോയും കൂടെ നോക്കിയപ്പോ എനിക്ക് രസം തോന്നി. ആ ഫോട്ടോ കുറച്ചുകൂടെ ഗ്ലാമർ ഫോട്ടോയാ. ഇതിങ്ങോട്ട് നോക്കിയപ്പോ കിളവന്റെ ലുക്കുണ്ട്. ആ 15-16 വയസ്സുള്ള ഞാൻ അന്ന് ദിവസവും രാവിലെ 10 കിലോമീറ്റർ ഓടും. പക്ഷെ ഇപ്പൊ രാവിലെ 10 അല്ല 10 ചെവിട്ടടി നടക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കണ്ടു കാണാൻ ഞാൻ ഒറ്റക്കാലെ താഴോട്ട് ഇറങ്ങി വരുന്നത്. കാര്യം ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ കാലൊന്ന് ഡിസ്ലൊക്കേറ്റ് ചെയ്തു. ഞാനീ പറഞ്ഞു വന്നത്, കാലങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ശരീരം ക്ഷീണിക്കും. അപ്പോൾ ശരീരം ഓരോ ദിവസവും അതിന് ക്ഷീണം വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ നൽകിയിരിക്കുന്ന ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ് എവിടെ ചെല്ലുമെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട്? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾക്ക് പറയാനുള്ളത് ആ ആത്മാവിന്റെ രക്ഷയെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങളോട് പറയാം, 70 മില്യൺ ആൾക്കാരാണ് യേശുക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായി മാറിയത്. ഈ 70 മില്യൺ ആൾക്കാരും അവരെ വാളുകൊണ്ട് കൊന്നു, ഈർച്ചവാൾ കൊണ്ട് അറക്കപ്പെട്ടു, കല്ലുകൊണ്ട് എറിഞ്ഞു കൊന്നു, മണലിൽ ജീവനോടെ കുഴിച്ചിട്ടു. ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്. സുഡാനിൽ വലിയ കുഴിയെടുത്തിട്ട് ക്രിസ്ത്യാനികളെ അങ്ങോട്ട് ഇറക്കി നിർത്തി അവരുടെ മേൽ പച്ചമണ്ണിട്ടങ്ങ് മൂടി. അവരോട് പറഞ്ഞു, കിഴക്കോട്ട് നോക്കി, ആ സ്ഥലത്ത് കിഴക്കോട്ട് നോക്കിയാൽ മതി, അവരുടെ സ്ഥലം പടിഞ്ഞാറാണ്, കിഴക്കോട്ട് നോക്കി ഒരു ചൊല്ലിയാൽ നിങ്ങൾക്ക് കയറിപ്പോകാം. പക്ഷെ അവര് തയ്യാറായില്ല. അവർ വിളിച്ചു പറഞ്ഞു, യേശുക്രിസ്തു മാത്രം കർത്താവെന്ന് പറഞ്ഞുകൊണ്ട് അവർ ജീവിതം കൊടുത്തു. എന്താ കാരണമെന്നറിയാമോ? ഹല്ലേലൂയ. അവരോട് ഒരുവൻ പറഞ്ഞു,
ഞാൻ സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ സ്ഥലമൊരുക്കിയ ശേഷം ഞാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ വരുന്നു എന്ന് അവർക്ക് വേണ്ടി ജീവൻ നൽകിയ യേശുക്രിസ്തു പറഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കൂടാരമായ അവളുടെ ആ ഭൗമിക ശരീരം എന്ന് പറഞ്ഞാൽ വേദപുസ്തകം പറയുന്നത് ഒരു കൂടാരമായിട്ടാണ് ഈ ശരീരത്തെ കാണിക്കുന്നത്. ആ കൂടാരമായ ഭൗമിക ശരീരം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം ഹല്ലേലൂയ സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞ് അവർ ജീവൻ കൊടുക്കാൻ തയ്യാറായതിന്റെ കാരണം അവർക്ക് ലഭ്യമാകുന്ന ഒരു രക്ഷയെ കുറിച്ച് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മരണാനന്തര തലത്തെക്കുറിച്ച് പലർക്കും പല സ്വപ്നങ്ങളും പല ചിന്തകളും ഉണ്ടെങ്കിലും ഞങ്ങൾ പറയുന്നു ഹല്ലേലൂയ, നോക്കുക, മരണത്തിനപ്പുറത്ത് ഒരു മാനവ രാശിക്ക് ഒരു രക്ഷയുണ്ട്. ആ രക്ഷ എന്ന് പറയുന്ന ആ നിത്യ സ്വർഗത്തിലേക്ക്, നിത്യദാനമായ കെട്ടിടത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ആ സ്ഥലത്തേക്ക് പോകാനുള്ള ഏക വഴി എന്ന് പറയുന്നത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. അതുകൊണ്ടാ പറഞ്ഞത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി അവനെ രക്ഷിക്കാൻ ഇറങ്ങി വന്ന ഒരുവനാണ് യേശു ക്രിസ്തു. ഞങ്ങൾ വിളിച്ചു പറയുന്നു, എന്തുകൊണ്ടാണ് അവൻ രക്ഷകനായി ഇറങ്ങി വന്നത്? മാനവരാശി മുഴുവനും പാപത്തിലായിരുന്നു, പാപം ചെയ്യുന്ന വ്യക്തികളായിരുന്നു. പാപം എന്ന് പറയുന്ന വസ്തുതയിൽ അവർ അകപ്പെട്ടു പോയി. ഹല്ലേലൂയ. പാപമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ലക്ഷ്യം തെറ്റിപ്പോകുക, അതിർത്തി ലംഘിക്കുക. ഹല്ലേലൂയ. നോക്കൂ സഹോദരങ്ങളെ, വിശുദ്ധ ബൈബിൾ പറയുന്നു, ഏത് അനീതിയും പാപമാണ്, ഏത് അധർമ്മവും പാപമാണ്. ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് കയറി ചെല്ലുന്നതിന് പകരം ജീവനില്ലാത്തതിന്റെ പുറകെ, സൃഷ്ടിജാലങ്ങൾക്ക് പുറകെ മനുഷ്യൻ യാത്ര ചെയ്തപ്പോ അവൻ ഹല്ലേലൂയ അവന് ലക്ഷ്യം തെറ്റിപ്പോയി. നോക്കൂ സഹോദരങ്ങളെ, ലക്ഷ്യം തെറ്റിപ്പോയിട്ട് ദൈവമാണെന്ന് പറയുന്ന പലതിനെയും കരുതി അവർ അതിനെ സ്തുതിക്കാൻ തുടങ്ങി. ഞാൻ ഇന്ന് രാത്രി പറയുന്നു, ദൈവമെന്ന് പറയുന്നവൻ സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്, നിത്യനാണ്. ഹല്ലേലൂയ. അവൻ സകലത്തെയും സൃഷ്ടിച്ചവനാണ്. സൃഷ്ടിജാലങ്ങളല്ല ദൈവം, മനുഷ്യരല്ല ദൈവം, മൃഗമല്ല ദൈവം, സൂര്യനല്ല ദൈവം, ചന്ദ്രനോ നക്ഷത്രങ്ങളോ അല്ല ദൈവം. അവയെ മുഴുവനും വാക്കാൽ സൃഷ്ടിച്ചവനാണ് ഞാൻ പ്രസംഗിക്കുന്ന ദൈവം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യരെ ചിന്തിക്കുന്ന ചിലരൊക്കെ ദൈവമാണെന്ന് ചിന്തിക്കുന്നത്. എനിക്ക് ചില ദൈവങ്ങളെ അറിയാം. സുനാമി കയറി വന്നപ്പോൾ ഇക്കരെ കോടി കയറി രക്ഷപ്പെട്ട ദൈവത്തെ എനിക്കറിയാം. പനി പിടിച്ച ദൈവത്തെ എനിക്കറിയാം. എന്ന് പറഞ്ഞ ദൈവം എന്ത് ചെയ്യണം? മനുഷ്യനെ സൗഖ്യമാക്കണം. യേശുക്രിസ്തു സകലരെയും സൗഖ്യമാക്കി. പക്ഷെ ദൈവം എന്ന് പറഞ്ഞ ഈ പുള്ളി ഈ വ്യക്തിയുടെ പിന്നിൽ ഒരു കൂട്ടം ഡോക്ടർമാരുണ്ട്. അവരുടെ പൾസ് പരിശോധിക്കുന്നു, അവരുടെ ഹാർട്ട് പരിശോധിക്കുന്നു, അവരുടെ തലച്ചോറ് പരിശോധിക്കുന്നു. നിങ്ങളെന്ന് ചിന്തിച്ച്, മനുഷ്യനെ ഇങ്ങനെയുള്ള ആള് ദൈവമാണ്? അല്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യും. മൃഗജാലങ്ങൾ ദൈവമല്ല. അവരോട് പ്രാർത്ഥിച്ചത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല. പക്ഷെ ഇതിനെയെല്ലാം സൃഷ്ടിച്ച ഒരുവനുണ്ട്, അവനാ ദൈവം. ആ ദൈവത്തോട് ചെന്ന് ഹൃദയംഗമായി ചോദിക്കാമോ, എന്നെ ഒന്ന് രക്ഷിക്കണം, എന്നെ ഒന്ന് വിടുവിക്കണം, എനിക്കൊരു സമാധാനം നൽകണം എന്നാര് പറഞ്ഞാലും, അത് പണ്ഡിതനാകട്ടെ, പാമരനാകട്ടെ, കറുത്തവനാകട്ടെ, വെളുത്തവനാകട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവനായാലും ചെന്നാ മതി, അവൻ വിടുവിക്കും. ഹല്ലേലൂയ. ചിലർ കയറി ചെന്നാൽ ചിലർ അശുദ്ധമായി പോകും. പക്ഷെ ഇന്ന് വരെ
യേശുവിനെ തൊട്ടവൻ അശുദ്ധനായിട്ടില്ല. ഹല്ലേലൂയ. യേശുവിനെ തൊട്ടവരൊക്കെ ശുദ്ധമായിട്ടുള്ളൂ. ആർക്കും എപ്പോഴും ഏത് സമയത്തും കയറി ചെന്ന് ഹൃദയം തുറന്ന് പറയാൻ പറ്റുന്ന ഏക സത്യ ദൈവമായ യേശുക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. രാമേൻ പറയാൻ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ആർക്കും ഏത് സമയത്തും എപ്പോഴും കയറി ചെന്ന് ഹൃദയം തുറന്നു പറയാൻ കഴിയുന്ന യേശുക്രിസ്തുവിനെയാണ് ഞാൻ ഇന്ന് വരച്ചു കാട്ടുന്നത്. എല്ലാവരുടെയും എല്ലാ സത്യങ്ങളും പറയാൻ പറ്റില്ല. പക്ഷേ ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഞങ്ങളുടെ ഹൃദയം തുറന്നു പറയുമ്പോൾ പാപക്ഷമ പ്രാപിച്ച് ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് പാപത്തിന്റെ ഭാരം വിട്ട് കുറ്റബോധം വിട്ട് അതിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള പേടി വിട്ട് ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം നൽകുന്ന, സമാധാനം നൽകുന്ന, ഹല്ലേലൂയ, ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ചൈതന്യം പകരുന്ന ഒരുവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു. ഇന്ന് രാത്രി ആ യേശു ഞങ്ങളുടെ പക്കൽ നിന്ന് പണം ആവശ്യപ്പെട്ടിട്ടില്ല, ഒരു മെഴുകുതിരിക്കാലും ചോദിച്ചിട്ടില്ല. ഹല്ലേലൂയ. പാലോ വെള്ളമോ വസ്തുവകകളോ ആ യേശു ചോദിച്ചിട്ടില്ല. ഞങ്ങളോട് ചോദിച്ചത് ഒന്നേ ഉള്ളൂ, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും ഹൃദയത്തിന്റെ വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അത്താഴം കഴിക്കുക എന്ന് പറയുന്നത് സന്തോഷമുള്ള സ്ഥലമാ. പലപ്പോഴും പല വീട്ടുകൾക്കകത്തും അത്താഴം കഴിക്കാൻ കഴിയാതെ ഭാരപ്പെട്ടും നെടുവേർപ്പെട്ട് കരയുമ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രി പറയുന്നു, ഞങ്ങളുടെ ഹൃദയം തുറന്ന്, ഞങ്ങളുടെ വീട് തുറന്ന്, ഞങ്ങളുടെ ഭവനം നരകത്തിന് പകരം സന്തോഷമാക്കി തീർത്ത, സ്വർഗത്തെ പേടിയാക്കി തീർത്ത, ആനന്ദം നൃത്തമാക്കുന്ന, സുഖിക്കുന്ന ഒരു ഭവനമാക്കി മാറ്റിയ, ജീവിതമാക്കി മാറ്റിയ ആ യേശുക്രിസ്തു ഇന്ന് രാത്രി നിങ്ങളെയും വിളിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ യേശുക്രിസ്തുവിനെ കുറിച്ച് പലർക്കും പല നിലകളിലുള്ള ചിന്തയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സൺഡേ സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഒരു വാചകം കണ്ടു. യേശുക്രിസ്തു ജനനത്തിൽ നിസ്തുല്യൻ, ജീവിതത്തിൽ നിസ്തുല്യൻ, പ്രവൃത്തിയിൽ നിസ്തുല്യൻ, മരണത്തിൽ നിസ്തുല്യൻ, ഉയർത്തെഴുന്നേൽപ്പിൽ നിസ്തുല്യൻ, അവൻ സ്വർഗാരോഹണത്തിൽ നിസ്തുല്യൻ, അവൻ ഇന്നും നിസ്തുല്യൻ. ഹല്ലേലൂയ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ, മാറ്റമില്ലാത്തവൻ. ഞങ്ങൾ പറയുന്ന യേശുക്രിസ്തു ജനനത്തിൽ നിസ്തുല്യൻ എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, അവന്റെ ജനനം, അവൻ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുൻപേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അവൻ എവിടെ ജനിക്കുമെന്ന് പറഞ്ഞു, അവൻ എങ്ങനെ ജനിക്കുമെന്ന് പറഞ്ഞു. അവൻ കന്യകയുടെ മകനായി ജനിക്കുമെന്നും അവന്റെ പേര് ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുമെന്നും. നമുക്ക് യേശു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് അവനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ യേശു എങ്ങനെ മരിക്കുമെന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകന്മാർ പറഞ്ഞു അവൻ എവിടെ ജനിക്കും, ബേത്ലഹേമിൽ ജനിക്കുമെന്ന്. ഹല്ലേലൂയ. അവനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ, യേശു ജനിക്കുന്നതിന് മുൻപേ തന്നെ അവന്റെ ജനനത്തെ കുറിച്ച്, അവന്റെ ജീവിതത്തെ കുറിച്ച്, അവന്റെ മരണത്തെ കുറിച്ച്, അവന്റെ പ്രവൃത്തിയെ കുറിച്ച് രേഖപ്പെടുത്തിയ ഏക പുസ്തകമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവന്റെ ജീവിതം നിസ്തുല്യമാണ്. ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അനേക ആയിരങ്ങളെ സൗഖ്യമാക്കി, അനേകർക്ക് ആശ്വാസം നൽകി, അനേക പാപികളെ ചേർത്ത് നിർത്തി, രോഗികളെ, കുഷ്ഠരോഗികളെ, ഹല്ലേലൂയ, ജീവിതത്തെ തകർന്നവരെ രക്ഷിക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്ത, നിസ്തുല്യമായ പ്രവൃത്തി ചെയ്ത, ജീവിതം ചെയ്ത ഒരുവനാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു. മാറി മാറി ലോക കോടതികൾ അവനെ വിധിച്ചപ്പോൾ, വിസ്തരിച്ചപ്പോൾ ലോകത്തോട് നോക്കി ഈ കോടതികളെല്ലാം വിളിച്ചു പറഞ്ഞു, ഇവനിൽ പാപമില്ല, ഇവന്റെ ദോഷമെന്ത്, ഇവൻ ചെയ്ത തെറ്റെന്തെന്ന്. ലോകത്തിലെ ഒരു കോടതിക്കും അവന് നേരെ വിരൽ ചൂണ്ടാൻ കഴിയാത്തത്ര പരിശുദ്ധനായിരുന്നു ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു. അവന്റെ മരണം നിസ്തുല്യമാണ്.
ഹല്ലേലൂയ, ക്രൂശിന്മേൽ അവൻ മരിച്ചപ്പോ താഴെ നിന്ന പടയാളികൾ വിളിച്ചു പറഞ്ഞു, ഇവൻ ദൈവപുത്രനായിരുന്നു. ഹല്ലേലൂയ. അവന് ആ കാൽവറി ക്രൂശിൽ അവൻ യാഗമായി തീർന്നപ്പോ മറ്റാരും അനുഭവിക്കാത്ത, മറ്റാരും സഹിക്കാത്ത സകല മനുഷ്യരുടെയും പാപത്തെ തോളിലേറ്റിക്കൊണ്ട് കാൽവറി ക്രൂശിൽ അവൻ യാഗമായി മാറിയപ്പോ അവൻ മരണത്തിന് തുല്യൻ.